അഭിവന്യ പിതാവേ, പ്രിയപ്പെട്ട വൈദിക സുഹൃത്തുക്കളെ, പ്രധാന അധ്യാപകരെ, വിശ്വാസ പരിശീലകരെ, കുഞ്ഞുമക്കളെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സെൻട്രൽ ടീം അംഗങ്ങളെ, വലിയൊരു ദൗത്യം പൂർത്തിയാക്കി പടിയിറങ്ങുന്നതിന് മുൻപ് എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുക. സിറുമലബാർ മിഷൻ ബാംഗ്ലൂർ തുടങ്ങുന്നത് 2010 2010 വിശ്വാസ പരിശീലനത്തിന് ഇവിടെ ഊടും പാവും നൽകാൻ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം, അഭിമാനം ദൈവത്തിന് മുമ്പിൽ ഞാൻ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. ചിലപ്പോൾ കേരളത്തിലെ പല രൂപതകളേക്കാൾ മനോഹരമായിട്ടും കേരളത്തിന് പുറത്തുള്ള ഏറ്റവും മനോഹരമായ വിശ്വാസ പരിശീലന യൂണിറ്റുമൊക്കെ ആയിട്ട് മണ്ഡ്യ രൂപത ഇന്ന് തീരാൻ കാരണമായി തീർന്നത് ഞാൻ വിശ്വസിക്കുന്നു അന്ന് നൽകിയ അടിസ്ഥാനമാണ്. 3 വർഷത്തോളം അതിൽ സേവനം ചെയ്യാൻ സാധിച്ചു. പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു എന്ന് പറയുന്ന പോലെ പിന്നീട് നനയ്ക്കാൻ മനോഹരമായ നേതൃത്വം കൊടുത്തവരാണ് കല്ലൂളച്ചനും ശ്രീകച്ചനും. അവരുടെ മനോഹരമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു 3 വർഷത്തിലധികം ഈ ദൗത്യം അഭിവന്യ പിതാവിനെ ഏൽപ്പിച്ചു. പിതാവ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും പിതാവിൻ്റെ പ്രത്യേകമായ പ്രോത്സാഹനങ്ങൾക്കും പിതൃസഹജമായ നിർദ്ദേശങ്ങൾക്കൊക്കെ നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങളുടെ സഹകരണമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ വലിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നത് ആദ്യത്തെ 2010 മുതൽ 2013 വരെയുള്ള കാലഘട്ടങ്ങളിൽ തുടങ്ങിയപ്പോൾ നമുക്കങ്ങനെ ഒരു രൂപത ഇല്ലാത്തതുകൊണ്ട്, ഒരു നേതൃത്വം അങ്ങനെ ഇല്ലാത്തതുകൊണ്ടൊക്കെ ഒരുപാട് വൈദികരുടെ ഊറ്റമായ പിന്തുണയാണ് വിശ്വാസ പരിശീലനം മനോഹരമായിട്ട് കൊണ്ടുനടക്കാൻ സഹായിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു. ആ വൈദികരൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു 3 വർഷത്തിലധികമായി കോവിഡിൻ്റെ അവസാന കാലഘട്ടം തുടങ്ങി ഇത് നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിലെല്ലാ വൈദികരുടെയും നല്ല പിന്തുണയും സഹകരണവും ഉണ്ടായിരുന്നു. നന്ദിയോടുകൂടി നിങ്ങൾ ഓർക്കാണ്. അതുപോലെ തന്നെ എനിക്കറിയാം, ഈ വിശ്വാസ പരിശീലനം 14 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ ഏറ്റവും അധികം പിന്തുണ നൽകിയത് നമ്മുടെ പ്രധാന അധ്യാപകരും മതാധ്യാപകരുമാണ്. അന്ന് പിന്തുണ നൽകിയ അതേ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന പലരും ഇന്നും ആ വേദിയിലുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രധാന അധ്യാപകര്, സെക്രട്ടറിമാര്, PTA ഭാരവാഹികള് എല്ലാവരും നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ എൻ്റെ ഈ 3.5 വർഷക്കാലത്തോളം എനിക്ക് ഉച്ചമായ പിന്തുണ നൽകിയ സെൻട്രൽ ടീം അംഗങ്ങൾ, അവരെ ഒത്തിരി നന്ദിയോടുകൂടെ ഞാൻ ഓർക്കാണ്. അവരില്ലാതെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേതൃത്വം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ, അജേഷച്ചിനെയും സെൻട്രൽ ടീം അംഗങ്ങളെ ലിഡിയ മിതു ജോൺ, മാത്യു മാളിക്കൽ സർ, മാത്യു സർ, ജോസഫ് സർ, രഞ്ജി സർ, അതുപോലെ തന്നെ സിസ്റ്റർ നിക്ക, സിസ്റ്റർ ജിയോവാനി, ഇവരെല്ലാവരെയും നന്ദിയോടുകൂടെ ഞാൻ ഓർക്കാണ്. സ്നേഹപൂർവ്വം ഓർമ്മിക്കും നിങ്ങളെ. അതുപോലെ തന്നെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഒരുപാട് പഠനങ്ങൾക്കിടയിൽ വിശ്വാസ പരിശീലനം ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ബർഡനായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷെങ്കിലും ഇനി വരുന്ന കാലത്തേക്ക് വിത്തുപാകുന്ന അനുഭവങ്ങളാണെന്ന് നിങ്ങൾ ഓർക്കുക. എല്ലാവരെയും നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. ഈ ഒരു ആദ്യത്തെ 3 വർഷവും ഈ വർഷത്തെ 3 വർഷമൊക്കെ ഏകദേശം 6 പ്രാവശ്യം നമുക്ക് ബൈബിൾ ഈ ബാംഗ്ലൂർ മണ്ഡ്യ മേഖലയിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, കുറഞ്ഞ റേറ്റിൽ. ഇതൊരു സമ്പൂർണ്ണ ബൈബിൾ രൂപതയാകണമെന്നൊരു ആഗ്രഹം
മനസ്സിലുണ്ടായിരുന്നു. അഭിമന്യ പിതാവുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ച് 6 പ്രാവശ്യമൊക്കെ ആയിട്ട് പല പ്രാവശ്യം 2010 മുതൽ ഏകദേശം 10,000-ലധികം ബൈബിൾ നമുക്കിവിടെ വിതരണം ചെയ്യാൻ, കുറഞ്ഞ റേറ്റിൽ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2000-ഓളം ബൈബിൾ നമ്മൾ വിതരണം ചെയ്യാൻ പോകുന്നു, ഇംഗ്ലീഷും മലയാളവുമായിട്ട്. ആ ബൈബിൾ വായനയിലേക്ക് കുറെ കൂടി ഫോക്കസ് 2010 ശേഷം വന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം നമുക്കറിയാലോ, മറ്റു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബൈബിൾ പഠനത്തിന് ഒട്ടും താല്പര്യം കുറവ് ഇല്ലാത്ത ഒരു സഭാ വിഭാഗമാണ് കത്തോലിക്കരെന്ന് പറയാതെ എനിക്ക് വയ്യ. അതിൽ കുറേയും കൂടി ഇൻട്രസ്റ്റ് ചെലുത്താൻ സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ ഒന്നുമില്ലാതെ നിരാശയിലേക്ക് പോകുന്ന സമയത്ത് കർത്താവിൻ്റെ വചനം നമുക്ക് എന്നും ഊർജമാകും എന്നുള്ളതിൽ സംശയമില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദിയോടുകൂടി ഓർത്ത്, പുതുതായിട്ട് നമുക്ക് സെക്രട്ടറി ആയിട്ട് വരുന്നത് പോൾ മാഞ്ഞുരാൻ അച്ഛനാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടെ അച്ഛനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് അച്ഛൻ്റെ കൂടെയുള്ള ശുശ്രൂഷ മനോഹരമായിട്ട് ചെയ്യുന്ന അച്ഛൻ ഒക്കേഷൻ പ്രൊമോഷൻ നമ്മുടെ രൂപതയിൽ നടത്തുന്നതാണ്. ഒക്കേഷൻ പ്രൊമോഷൻ രൂപതയുടെ ഏറ്റവും പ്രധാനമായ ആകണം. അപ്പം അതും കാറ്റീസും കൂടി അച്ഛന് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. വളരെ സൗമ്യതയോടുകൂടെ നിങ്ങളുടെ ഇടയിലൊക്കെ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ അച്ഛന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഫെബ്രുവരി 4-ാം തീയതി ഞായറാഴ്ച വരെയാണ് ഞാൻ ഈ ഓഫീസ് ഞാൻ വഹിക്കുള്ളൂ. 5-ാം തീയതി മുതൽ പോളച്ചൻ ചാർജ് എടുക്കുകയാണ് കേട്ടോ. അച്ഛനെല്ലാ പിന്തുണയും നമുക്ക് വാഗ്ദാനം ചെയ്യാം. അങ്ങനെ മനോഹരമായിട്ട് ഈ വിശ്വാസ പരിശീലനം നമ്മുടെ മണ്ഡ്യ രൂപതയിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഭിമന്യ പിതാവിനെയും ജനറാളച്ഛന്മാരെയും ജോമനച്ഛനെയും സജിയച്ഛനെയും ഒക്കെ സ്നേഹത്തോടുകൂടെ ഓർത്ത്, സിറോ മലബാർ മിഷൻ ആയിരുന്ന സമയത്ത് എന്നെ കാര്യമായി എൻകറേജ് ചെയ്ത മാത്യു കോയിക്കരച്ഛനെ സ്നേഹത്തോടുകൂടി ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ മണ്ഡ്യ രൂപതയുടെ ഇപ്പോഴത്തെ വികാരി ജനറാളായിരിക്കുന്ന സണ്ണിയച്ഛനെയും തോമസ് തേനാട്ടിലച്ഛനെയും നന്ദിയോടുകൂടെ ഞാൻ ഇവരെ സ്മരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും നന്ദിയോടുകൂടെ ഓർത്ത് കർത്താവിന് സമർപ്പിച്ച് എല്ലാ ദിവസവും ബലിയിൽ നിങ്ങൾ സ്മരിക്കും. എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. ഇടവകയിലെ വിശ്വാസ പരിശീലനത്തിൽ തീക്ഷ്ണതയോടെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് എന്നും എൻ്റെ ആവേശമാണ്. അത് ചെറുപ്പം മുതൽ ഞാൻ എറണാകുളം രൂപതയുടെ ഒരു ഭാഗമായ തിരുഹൃദയക്കുന്ന് ഇടവകയിൽ എനിക്ക് വെച്ച് കിട്ടിയ, പിന്നീട് ഇരിഞ്ഞാലക്കുട രൂപതയിലും തൃശ്ശൂർ രൂപതയിലൊക്കെ പ്രവർത്തിച്ചപ്പോഴുണ്ടായ ആ ഊർജം തന്നെയാണ് ഇപ്പോഴും ആവേശമായിട്ട് എന്നിൽ നിലനിൽക്കുന്നത്. ആ ഊർജത്തോടെ വികാരിയായിരിക്കുന്നിടത്തോളം കാലം ശക്തമായ വിശ്വാസ പരിശീലനങ്ങളിലൂടെ നിങ്ങളുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും. എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മണ്ഡ്യ രൂപതയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നന്ദിയോടെ നിങ്ങളുടെ ഡേവിസ് അച്ഛൻ പനാടൻ CMI.